നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. സൂപ്പർ 8 മത്സരത്തിലെ 97 റൺസ് നോട്ട് ഔട്ട് ടീമിൻ്റെ വിജയത്തിലേക്ക് കൊണ്ടുപോയി മാൻ ഓഫ് ദി മാച്ച് വാങ്ങിയതിന് പിന്നാലെ സെമി ഫൈനൽ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ പൊളിച്ചടുക്കി 89 റൺസ് അടിച്ചുകൊണ്ട് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സഞ്ജു സാംസൺ ഇന്നലെ നേടിയല്ലോ. ബാക്ക് ടു ബാക്ക് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ. ആ പുരസ്കാരം നേടിയ ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് നമ്മളൊന്ന് പരിശോധിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഫീൽസ് ഗ്രേറ്റ്. എനിക്കറിയാമായിരുന്നു കഴിഞ്ഞ മത്സരം മുതൽ എൻ്റെ ഫോം മുന്നോട്ട് പോവുകയാണ് എന്ന്. സോ അതിൽ നിന്ന് ഏറ്റവും മോസ്റ്റ് ഔട്ട് ഓഫ് മൈ ഫോം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഗേവ് മൈ സെൽഫ് എക്സ്ട്രാ ടൈം. ഞങ്ങൾക്കറിയാമായിരുന്നു ഒരു സ്കോറും ഇവിടെ സ്റ്റോപ്പബിൾ അല്ല എന്നുള്ളത്. കാരണം അങ്ങനെയാണ് ഇവിടുത്തെ കണ്ടീഷൻസ്. സോ കഴിയാവുന്നത്ര സ്കോർ എടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഇംഗ്ലണ്ട് വളരെ അടുത്തെത്തി, വിജയത്തിന് തൊട്ടരികിലെത്തി, വളരെ നന്നായിട്ട് തന്നെ കളിക്കുകയുണ്ടായി. നല്ലൊരു സെമി ഫൈനൽ മത്സരം. ഈ കണ്ടീഷൻസ് നമ്മൾ നന്നായിട്ട് അസസ് ചെയ്യേണ്ടതുണ്ട്. ഒരുപാട് ക്രിക്കറ്റ് ഞങ്ങളിവിടെ കളിച്ചിട്ടുള്ളതാണ്. ഇവിടെ ചേസിങ് എളുപ്പമാണ് എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. നോ ചേസിങ് ഈസ് ഈസിയർ. പക്ഷേ ഞാനും ഇഷാനും ബാറ്റ് ചെയ്ത രീതി വെച്ച് ഞങ്ങൾക്കറിയാമായിരുന്നു 250 റൺസ് എന്നുള്ളത് പോസിബിളാണെന്ന്. വളരെ സന്തോഷം തോന്നുന്നു. ഏതായാലും മത്സരത്തിൻ്റെ വിജയം എല്ലാ ക്രെഡിറ്റും ഞാൻ ബൂമ്രക്ക് കൊടുക്കുകയാണ്. ഓൺസ് ഇൻ എ ജനറേഷൻ പ്ലെയറാണ് അദ്ദേഹം. അസാമാന്യ പ്രതിഭയാണ്. ഈ അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കേണ്ടതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും അൺബിലീവബിൾ ഫീലിംഗ് ആണ് ഇവിടെ കളിക്കുമ്പോൾ. അൺബിലീവബിൾ ഫീലിംഗ് ആണ്. ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതാണ്. സെഞ്ചുറിക്ക് വലിയ കാര്യമൊന്നുമില്ല. 100 doesn't matter. ഇറ്റ്സ് നോട്ട് എ ടെസ്റ്റ് ഓർ ആൻ ODI ഗെയിം വെർ യു ക്യാൻ ഗോ അപ്പ് ആൻഡ് ഡൗൺ. തീർച്ചയായിട്ടും ടീം വിജയിച്ച ഈ ഒരു വിന്നിങ് എഫേർട്ടിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയോ അതിൽ ഞാൻ സന്തുഷ്ടനാണ് എന്നാണ് വളരെ കൃത്യമായിട്ടിപ്പോൾ സഞ്ജു സാംസൺ പറയുന്നത്. അദ്ദേഹം വളരെ വളരെ സന്തോഷവാനാണ്. അതാണ് പറഞ്ഞത്, ടീമിന് വേണ്ടി സംഭാവന നൽകാൻ സാധിച്ചതിലും കളിയിൽ വിജയിക്കാൻ കഴിഞ്ഞതിലും അദ്ദേഹം വലിയ സംതൃപ്തനാണ് എന്നുള്ളത് എടുത്തു കാണിക്കുന്നുണ്ട്. ബാക്ക് ടു ബാക്ക് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങളാണ്. സൂപ്പർബായിട്ട് അദ്ദേഹം കളിക്കുന്നു എന്ന് പറഞ്ഞാൽ വെറും 4 ഇന്നിങ്സുകളാണ് അദ്ദേഹത്തിൻ്റെതായിട്ട് ഈ T20 വേൾഡ് കപ്പിലുള്ളൂ. അപ്പോഴേക്കും അദ്ദേഹം ഉണ്ടാക്കിയ ഇമ്പാക്റ്റാണ് നമ്മൾ ഈ കാണുന്നത്. തീർച്ചയായിട്ടും T20 വേൾഡ് കപ്പിൽ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് പെർഫോമൻസ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഈ പെർഫോമൻസ് എക്കാലത്തും ഓർമ്മിക്കപ്പെടും. ഇനി ബാക്കി ഫൈനലിലാണ്. ഫൈനലിലും അദ്ദേഹത്തിന് ഈ മാസ്മരിക പ്രകടനം തുടരാനാവട്ടെ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.